അസ്സലാമലൈക്കും. എല്ലാവർക്കും നമസ്കാരം. ഞാനൊരു മട്ടൻ ബിരിയാണി വയ്ക്കാൻ പോവാണ്. അതിൻ്റെ റെസിപ്പിയാണ് ഞാൻ ഇപ്പോൾ കാണിക്കുന്നത് നിങ്ങളുടെ മുമ്പിൽ. ആദ്യം തന്നെ ഒരു 1.25 കിലോ മട്ടനുണ്ട്. അതിനകത്ത് കുറച്ച് ഒരു സ്പൂൺ കാശ്മീരി ചിരിമുളക്, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഇച്ചിരി നാരങ്ങാനീര്, എല്ലാം കൂടെ ഇച്ചിരി ശകലം ഇഞ്ചി, വെളുത്തുള്ളി അരച്ചത് എല്ലാം കൂടെ ഇട്ടിട്ട് മിക്സ് ചെയ്തത് ആദ്യം തന്നെ വേവിക്കുവാണ്. അത് കഴിഞ്ഞിട്ടുള്ളത് വേവിച്ച് ഒരു 5-10 വിസിൽ അടിക്കണം. ഇച്ചിരി വേവുള്ള മട്ടനാണ്, ശകലം വേവുള്ള മട്ടനായതുകൊണ്ട് ഇതെല്ലാം കൂടെ ഇളക്കിയിട്ട് ഒരു 5-10 വിസിൽ അടിക്കണം. വെച്ച് വേവിച്ചിട്ടാണ് പിന്നെ അതിൻ്റെ മസാല കൂട്ടുന്നത്. പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് അതിൻ്റെ കൂട്ടാണ്, മസാലയുടെ കൂട്ടാണ് കുരുമുളക് പൊടി, ബിരിയാണി ശകലം മസാല ഒരു സ്പൂണ്, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, സവാളയ്ക്ക് ചേർക്കുന്ന അരിവാണ് ഇത് അരിഞ്ഞ് വെച്ചിരിക്കുന്നത്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, പിന്നെ പുതിന ചപ്പ, മല്ലിച്ചപ്പ, ചുമന്നുള്ളി, പച്ചമുളക്, ശകല കരിയാപ്പില എല്ലാം കൂടെ ചതച്ച് വെച്ചതാണ് ഇത്. പിന്നെ അതിന് ചേരുവയുള്ളതാണ് തക്കാളി അരിഞ്ഞ് ചേർക്കാനുള്ളത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ചേർക്കാനുള്ളതാണ് ഈ പുതിന ചപ്പും മല്ലിച്ചപ്പും എല്ലാം കൂടെ. പിന്നെ അതിന് വറുത്ത് കോരാനുള്ള സാധനമാണ് ഒരു 1.5 സവാള, മുന്തിരിക്ക, ഉണക്കമുന്തിരി, പിന്നെ അണ്ടിപ്പരിപ്പ്. പിന്നെ അരിക്ക് ചേർക്കാനുള്ള സാധനമാണ് ഗ്രാമ്പു, ഏലക്ക, പട്ട. പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ചോറ് ഊറ്റിയെടുത്ത് കഴിഞ്ഞിട്ട് ഇത് ഊറ്റിയാണ് എടുക്കുന്നത്. എടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് ഇത്രയും തേങ്ങ, ഒരു കിലോ അരിയേ ഉള്ളൂ, 1 കിലോ അരിക്കുള്ള തേങ്ങ നമ്മൾ അരച്ച് തേങ്ങാപ്പാൽ കുറച്ച് വെള്ളത്തിൽ പിഴിഞ്ഞെടുത്ത് വെച്ച് ആ ചോറിൻ്റെ മണ്ടയ്ക്ക് ഒഴിക്കാം, ഇളക്കാം. നല്ല ഹാഫ് നെയ്യാണ് ഇത്. അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങായും വറുത്ത് കോരാൻ പോവുകയാണ്. അത് കഴിഞ്ഞ് സവാള വറുത്ത് കോരി മാറ്റി വയ്ക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ എല്ലാ കൂട്ടും കൂടെ ഒന്നിച്ച് പിന്നെ നമ്മൾ പിന്നെ ഇറച്ചി കഴിച്ച് വെച്ചിട്ടാണ്. അതുകൊണ്ട് ഇറച്ചി വെച്ചിട്ടുണ്ട്. എന്നിട്ട് വെന്തിട്ടില്ല. 10-15 വിസിൽ അടിച്ചപ്പോൾ നമ്മുടെ അറബി മട്ടനാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ കൂട്ടുകൾ ചേർക്കുകയാണ്. ഓക്കെ, കാണിക്കും. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് എല്ലാം കൂടെ ചതച്ചതാണ്. പിന്നെ ചുവന്നുള്ളി എല്ലാം കൂടെ ചതച്ച് വാരി വെച്ചിരിക്കുന്നത്. സവാള ഇടുവാണ് വഴറ്റാൻ വേണ്ടിയിട്ട്. എല്ലാം കൂടെ നമ്മളിട്ട് വേവിച്ചാൽ, എല്ലാം ഇച്ചിരി മസാലയൊക്കെ ഇട്ട് വേവിച്ചാൽ ഇറച്ചിക്ക് പിടിക്കുള്ളൂ. നമ്മൾ ആദ്യം തന്നെ ഉപ്പും മഞ്ഞമുളകത്തിനകത്തും വേവിക്കാൻ പാടില്ല. എല്ലാം കൂടെ ഇച്ചിരി കുറച്ച് ചേർത്തിട്ട് വേവിച്ചിട്ട് വേണം നമുക്ക് പിന്നെ മസാല കൂട്ടാൻ. നമ്മൾ ഇറച്ചിക്ക് ഉപ്പിട്ടതായതുകൊണ്ട് ഒരു ലേശം ഉപ്പ് ഇതിനകത്ത് ചേർക്കുക. മട്ടൻ്റെ ബിരിയാണിയുടെ കുറച്ച് 1 സ്പൂണാണ് ഇത്. പിന്നെ കുരുമുളക് പൊടി, മസാലപ്പൊടി, ജീരകപ്പൊടി, മഞ്ഞൾപ്പൊടി ശകലം ഇരിക്കുന്നത്. ഇനി പഴുത്ത തക്കാളി ഞാൻ ഒന്ന് ഓടിച്ചു വിട്ടതാണ്. 2 തക്കാളി ഒന്ന് മിക്സിക്കകത്ത് വെച്ചൊന്ന് ചതച്ചതാണ്. ഇനി നമ്മൾ അതിനകത്ത് ഇറച്ചി വേവിച്ചത് ഇതിനകത്ത് പോകാം. ഓക്കെ, വെന്ത മട്ടനാണ്. മസാലയ്ക്കകത്തിട്ട് ഇറക്കി കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം കൊടുത്തൊന്ന് വഴലാണ്. തക്കാളി ഒന്ന് ഓടിച്ചത് മിക്സിക്കകത്തിട്ട്. ഓക്കെ, ഇനി 1 സ്പൂൺ തൈര് ഒഴിക്കുകയാണ് ഇതിനകത്ത്. ഇനി കുറച്ച് മല്ലിച്ചപ്പ്, ബാക്കിയുള്ളത് ചോറിനാണ്. ഇനി നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് വറുത്തിട്ട് ശകലം പൊടിച്ചതാണ്. രുചി കൂടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ, രുചി കൂടാൻ വേണ്ടിയിട്ടാണ്. നെയ്യ് ആഡ് ചെയ്ത് പാത്രത്തിൽ ഇനി നമ്മൾ ചോറിടുവാണ് ഇതിനകത്ത്. നാരങ്ങാനീര് ഒഴിച്ചു. ഇനി നമ്മൾ ഒരു അരമുറി തേങ്ങയുടെ പാല് പിഴിഞ്ഞത് മിക്സിക്കകത്ത് അരഞ്ഞിട്ട് പിഴിഞ്ഞതാണ്. ഓക്കെ, അല്ല എന്നിട്ട് അതൊന്ന് ഇളക്കി കൊടുക്കുന്നു.
നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യണം, കമൻ്റ് അടിക്കണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും അസ്സലാമു അലൈക്കും.